ഓവുലേഷൻ എങ്ങനെ ട്രാക്ക് ചെയ്യാന്നുള്ള വീഡിയോയും കെറോസലൊക്കെ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു ഡൗട്ടായിരുന്നു, പീരിയഡ്സ് ഇറഗുലർ ആണെങ്കിൽ എങ്ങനെയാണ് ഈ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാന്നുള്ളത്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കഴിഞ്ഞ 6 മാസം തുടർച്ചയായിട്ടുള്ള പീരീഡ് ലെങ്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പീരീഡ്സ് ആയ ഫസ്റ്റ് ഡേ ഉണ്ടല്ലോ, അതിന്റെ ഇടയിലുള്ള ആ ഗ്യാപ്പാണ് പീരീഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് കഴിഞ്ഞ 6 മാസത്തിൽ നിങ്ങൾക്കുണ്ടായ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ ലെങ്ത്തും ഏറ്റവും നീളം കുറഞ്ഞ സൈക്കിൾ ലെങ്ത്തും കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ ഷോർട്ടസ്റ്റ് സൈക്കിൾ ലെങ്ത്ന്ന് 18 മൈനസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫെർട്ടൈൽ വിൻഡോന്റെ ഏകദേശം ഫസ്റ്റ് ഡേ കിട്ടും. പിന്നെ നിങ്ങളുടെ ലോങ്സ്റ്റ് സൈക്കിൾ ലെങ്ത്ന്ന് 11 മൈനസ് ചെയ്യാം. അപ്പം ഏകദേശം നിങ്ങളുടെ ഫെർട്ടൈൽ വിൻഡോന്റെ ലാസ്റ്റ് ഡേയും കിട്ടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ലാസ്റ്റ് 6 മാസം പീരീഡ്സ് ആയിട്ടുള്ള ഡേറ്റുകൾ. ഇതിൽ നിങ്ങളുടെ ഷോർട്ടസ്റ്റ് സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് 24 ദിവസമാണ്. 24ന്ന് 18 മൈനസ് ചെയ്യുമ്പോൾ 6. അതുപോലെ നിങ്ങളുടെ ലോങ്സ്റ്റ് സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് 30 ദിവസമാണ്. അപ്പൊ 30ന്ന് 11 മൈനസ് ചെയ്യുമ്പോൾ 19. അപ്പൊ നിങ്ങളുടെ ഫെർട്ടൈൽ വിൻഡോ എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ 6ാമത്തെ ദിവസം മുതൽ 19ാമത്തെ ദിവസം വരെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങൾ കിട്ടിയല്ലോ. ഇനി ഇതിന്റെ കൂടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ്, സെർവിക്കൽ മ്യൂക്കസ് മെത്തേഡ് അല്ലെങ്കിൽ ഓവുലേഷൻ ട്രാക്കിംഗ് കിറ്റ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏകദേശം ഓവുലേഷൻ നടക്കുന്ന ദിവസം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് 3-4 മാസം കൂടുമ്പോഴൊക്കെയാണ് പീരീഡ്സ് ആവുന്നത്, അത്രയും ഇറഗുലർ ആണെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതും വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ പിന്നെ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്തിട്ട് ഫോളിക്കിളിന്റെ ഗ്രോത്ത് നോക്കി, ഫോളിക്കുലർ സ്റ്റഡി ചെയ്തിട്ടൊക്കെയാണ് ഓവുലേഷൻ കണ്ടുപിടിക്കുന്നത്.